ഡയറക്ടറിന്റെ വീട്ടിലെ അമ്മ വിളിക്കുന്നതിനേക്കാളും കൂടുതൽ സുരേഷേട്ടനാ വിളിക്കുന്നതെന്നാ പറഞ്ഞു. മോനെ കഴിച്ചോ ശിവ എവിടെ ഇവിടെ എന്തെടുക്കുക പ്രശ്നമൊന്നുമില്ലല്ലോ. 2 ദിവസമായിട്ട് വിളിച്ചില്ലെങ്കിൽ ശിവൻ ഇപ്പൊ അങ്ങോട്ട് വിളിക്കും. സുരേഷേട്ടാ എന്താണ് കോള് കണ്ടില്ല. ഇല്ല റേഞ്ച് ഇല്ലാത്ത സ്ഥലത്താ മുന്നേ. സമാധാനമുള്ളൂ. നമ്മളൊരു പടം ചെയ്യുമ്പോൾ മാക്സിമം ആ ടീമിന്റെ കൂടെ പരമാവധി അത്രയും കാലം പിന്നീടും അത് ഞാൻ ചെയ്തിട്ടുള്ള എല്ലാ പടങ്ങളും അങ്ങനെയാണ്. ഈ ഒരു ടീമിൽ നിന്ന് അടുത്ത ടീം അങ്ങനെ അങ്ങനെ മാറി മാറി പോയിക്കൊണ്ടിരിക്കുക. അല്ല, സുരേഷിന്റെ എക്സ്പീരിയൻസ് വെച്ച് നോക്കുമ്പോൾ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഇപ്പൊ ഇവരുമായിട്ട് കൂടിയ ഒരു എക്സ്പീരിയൻസ് പണ്ട് അങ്ങനെ ആയിരുന്നില്ല. പണ്ട് നമ്മൾ ഒരുമിച്ചിരുന്ന് ഇതിപ്പോ സുരേഷ് അപ്പുറ ക്യാരവാനിലാണെങ്കിൽ ബേസിലെ ശരി കേട്ടാൽ നമ്മളവിടെ ഓടിയെത്തും എന്ന് പറഞ്ഞില്ലേ. ആ കാലഘട്ടം ഈ കാലഘട്ടത്തിൽ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാലഘട്ടം ഏതായിരിക്കും? രണ്ടിനും രണ്ട് ഇതുണ്ട്. ഇപ്പം എൻ്റെ ഒക്കെ സമയത്ത് എനിക്ക് രാജൻ പി ദേവും അല്ലെങ്കിൽ അങ്ങനെ ഒരുപാട് എൻ്റെ വർഗീസ് അങ്ങനെ കുറേ ഒത്തിരി ആൾക്കാരായിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട കുറേ ആൾക്കാരുണ്ട്. ആ ഒരു അന്ന് അതും എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഓട്ടോമാറ്റിക് മാറിയേ പറ്റും. ഞാനായിട്ട് നിൽക്കുന്നത് ഇപ്പം ഈ ഒരു കാലഘട്ടത്തിലാണ്. മനസ്സിലായില്ലേ? മറ്റത് നമുക്ക് കുറച്ച് ബഹുമാനവും മറ്റതെല്ലാം കൊടുത്ത് എന്നാൽ കമ്പനിയോട് എല്ലാവരുമായിട്ടും അന്നും ആ പ്രായത്തിലെ ആൾക്കാരും എനിക്ക് നല്ല കമ്പനിക്കാരായിരുന്നു. രാജൻ പി ദേവൊക്കെ ഉള്ള സമയത്ത് എന്ന് വെച്ചാൽ ഞങ്ങൾ മിക്കവാറും ഒക്കെ ഒരു 2 ദിവസത്തിൽ ഫോൺ ചെയ്യുന്ന കുറേ പടങ്ങൾ ഒരുമിച്ച് അച്ഛനും മകനായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഏറ്റവും അടുത്ത കമ്പനിക്കാരനൊക്കെ ആയിരുന്നു പുള്ളി. എന്നെക്കാൾ എത്രയോ മൂത്ത ആളാണ്. അങ്ങനെ ഞാൻ അവിടെയും സിംഗാവായിരുന്നു, ഇവരുടെ കൂടെയും ഞാൻ ഓക്കെയാണ്. നടികരിലൂടെയാണ് ഇങ്ങനെ ഒരു വേഷങ്ങളിലൂടെ വീണ്ടും ഒന്ന് തിരിച്ചെത്തുന്നത് ഈ ഒരു ഗ്യാങ്ങിലേക്ക്. നടികർ ടൊവിനോ നായകനായതിന്റെ പേരിലും ഇതിന്റെ പ്രൊഡ്യൂസറും കൂടിയായിരിക്കും. ചിലപ്പോൾ അങ്ങനെ ചർച്ചയ്ക്ക് വല്ലപ്പോഴും ചിലപ്പോൾ പേര് വന്നതായിരിക്കാം. അപ്പൊ ടൊവിക്കറിയാം ഞാൻ എന്താണെന്നാൽ ടൊവിക്കറിയാം. അയ്യോ നമ്മുടെ കക്ഷിയാണ് പെട്ടെന്ന് വിളിയെന്നൊക്കെ പറഞ്ഞാണ് കഴിക്കും. അങ്ങനെ ഒരു വിളി വന്നു പോയി. പെട്ടെന്നൊരു വിളിയായിരുന്നു. അതെ 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 പെട്ടെന്ന് ഈ ബേസിൽ പൊതുവെ ഇപ്പം സ്റ്റേജുകൾ കയ്യിലെടുക്കുവാണ്. എവിടെ പോയാലും ക്യാമ്പസിൽ പോയാലും അതെ ഏതെങ്കിലും ലോഞ്ചിന് പോയാലും സ്റ്റേജ് കയ്യിലെടുത്ത് ഇപ്പോൾ അർമാദമാണ് ബേസിൽ. അതിന് പെട്ടെന്നൊരു ചേഞ്ച് ആണല്ലോ ബേസിൽ. പെട്ടെന്നുള്ള ചേഞ്ച് ഒന്നല്ല, പൊതുവേ ബേസിൽ അങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നു. നേരത്തെ ഒന്നും ഇങ്ങനെ അല്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് ബേസിൽ കുറഞ്ഞ നാളത്തെ അങ്ങനെ പോസിറ്റീവ് വൈബുള്ള ഒരാളാണ് ബേസിൽ. പോസിറ്റീവ് വൈബ് എല്ലാ സ്ഥലത്തും എടുക്കില്ല. ഇപ്പൊ ഫുൾ എവിടെയും പോസിറ്റീവ് വൈബ് ആണ്. അതാണ് വേണ്ടത് കേട്ടോ. പണ്ട് വെറുതെ എടുത്തിട്ട് കാര്യമില്ലല്ലോ. എടുത്തിട്ടല്ലേ ഇപ്പൊ എടുത്തിട്ടുള്ള കാര്യമുള്ളൂ. അതിനുള്ള അവസരം കിട്ടണ്ടേ? നല്ല ഇപ്പൊ അവസരങ്ങൾ എങ്ങനെയാണ്? ഇപ്പൊ അവസരം എന്ന് പറഞ്ഞാൽ നമ്മൾ സിനിമ പ്രൊമോഷൻ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനത്തെ വേദികളിലൊക്കെ പോകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവുന്നു, എന്തെങ്കിലും ഫംഗ്ഷനുകളൊക്കെ ആയിട്ട്. അപ്പോഴൊക്കെ അതിന്റെ അത്തരത്തിൽ ബേസിൽ എല്ലാവരും അവരുടെ വീട്ടിലത്തെ ഒരാളെ പോലെ കാണുന്നത്. മനസ്സിലായില്ലേ? അത് ഭയങ്കര ഒരു അല്ല. ബേസിലെ എനിക്ക് പേഴ്സണലി അറിയാം, ബേസിലൊരു സ്വഭാവം എല്ലാവരോടും സ്നേഹമുള്ള ഒരു വ്യക്തിയാണ്. എവിടെ വെച്ച് കണ്ടാലും സംസാരിക്കാനും ഇഷ്ടപ്പെടാനും ഒന്നും മാറി പോകുന്ന ഒരാളല്ല. അതാണ് എനിക്ക് ഫീൽ ചെയ്തത്. ബേസിലിനെ സംബന്ധിച്ചില്ല എനിക്ക് ഫീൽ ചെയ്തൊക്കെ അങ്ങനെയാണ്. നമ്മൾ പല സ്ഥലത്തും കണ്ടു, പക്ഷെ എവിടെ വെച്ച് കണ്ടാലും സംസാരിക്കാനും ചിരിക്കാനെങ്കിലും മടി കാണിക്കാതെ പോകുന്ന ഒരാളാണ് ബേസിൽ. അതാണ് ബേസിൽ അയൽവക്കക്കാരനാണ്, നമ്മുടെ വീട്ടിൻ്റെ അടുത്തുള്ളതാണ്, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ ഒരു അംഗമാണെന്ന് ആളുകൾ കാണുന്നത്. അത് എക്കാലവും ബേസിൽ സൂക്ഷിക്കണമെന്നാണ് എൻ്റെയൊക്കെ ഒരു ആഗ്രഹവും. അങ്ങനെ തന്നെ മുന്നോട്ടുള്ള യാത്രയാണ്. അങ്ങനെയുള്ളവർക്കാണ് എന്നും എവിടെയും സ്ഥാനമുള്ളത്. ഇതൊക്കെ ഒരിക്കലും മാറാൻ പറ്റത്തില്ല. നമുക്ക് ചിലരെ അറിയും, ചിലരെ കണ്ടറിയാം. ഇത് ചിലപ്പോൾ മാക്സിമം അടുത്ത പടം കൂടെ കഴിഞ്ഞാൽ വേറെ ഐറ്റത്തിലേക്ക് പോകുന്നൊക്കെ അറിയാം. ബേസിലൊന്നും ഒരിക്കലും മാറില്ല. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633 888 575.